ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പപ്പായ പച്ചടി എങ്ങനെയാണ് വെക്കുന്നത്, അതിലെന്തൊക്കെയാണ് നമ്മൾ അരപ്പ് കൂട്ടൊഴിക്കുക, അതേക്കുറിച്ചാണ് ഞാനിതാ കാണിക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ ജാറിൽ തേങ്ങ വെച്ചിട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിയാണ് ഇടുക, നമ്മൾ ഉള്ളിയിടും. പിന്നെ മുളക്, വെള്ള കാന്താരി മുളകാണ് ചേർക്കുന്നത്. അപ്പം കാന്താരി മുളകാകുമ്പം പ്രഷറുകാർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇതിന് പ്രത്യേക ഒരു രുചിയാണ് കാന്താരി മുളകിന്. പിന്നെ ശകലം കടുക് കൂടെ ചേർക്കാറുണ്ട്. പിന്നെ കറിവേപ്പില, ഈ കറിവേപ്പില എല്ലാം കൂടെ ഇത്രയും കൂട്ടുകളാണ് നമ്മൾ ഇതിലോട്ട് അരച്ച് ഒഴിക്കുന്നത്. അതിന് പപ്പായ അരിഞ്ഞ് അടുപ്പത്ത് വയ്ക്കുകയാണ്. നമ്മുടെ പപ്പായ കട്ട് ചെയ്തതാ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് വേകാനായിട്ട്. അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ശകലം വെള്ളം ഒഴിക്കുവാണ്. പിന്നെ ശകലം ഉപ്പുപൊടിയും കൂടെ ഇട്ടങ്ങ് വേവിക്കും. ഇപ്പം ശകലം വെന്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് അടുത്ത കൂട്ടൊഴിച്ച് നമ്മുടെ പപ്പായ റെഡിയാകും. നമ്മുടെ പപ്പായ വെന്തോന്ന് നോക്കാം. നല്ല കറക്റ്റ് പരുവത്തിനിതാ വെന്തിരിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അതിൻ്റെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടുകൾ ഒഴിക്കുകയാണ്. കൂട്ടൊഴിച്ച് കൂട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കടു താളിക്കണം. അതിലേക്ക് വേണ്ടി ഉള്ളി ഇടുവാണ്. കടുക് ഉള്ളിയും മുളകും കൂടെ ഇട്ടിട്ട് നമ്മുടെ പപ്പായ അതിൻ്റെ കൂട്ടൊക്കെ അരപ്പൊക്കെ ഒഴിച്ച് അതെല്ലാം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കളയൊക്കെ വന്നു. ഇതിലോട്ട് കടുക് താളിച്ചോട്ട് ഒഴിക്കുമ്പോൾ പപ്പായ പച്ചടി റെഡിയാവും. പച്ചടി എന്ന് പറയുമ്പോൾ പിന്നെ ഇച്ചിരി തൈര് കൂടെ ഒഴിക്കണം. അപ്പോൾ തൈര് കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തൈരും കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ ഇത് റെഡിയാവും. അരപ്പ് കൂട്ടൊഴിച്ചിട്ട് ഒത്തിരി സമയം ഇരുന്ന് തിളക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് പത വന്നാൽ മതിയാവും. അല്ലെങ്കിലേ അത് വേറൊരു കളറായിപ്പോവും. കടുക് പൊട്ടാറായി. കടുക് പൊട്ടുന്നുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒഴിക്കും. കടുക് ഒഴിച്ച് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ശകലം തൈര് കൂടെ ഒഴിക്കുകയാണ്. തൈര് കട്ട തൈര് ഒഴിക്കുവാണ്. എന്നാലേ നമുക്ക് പച്ചടി എന്ന് പറയാൻ പറ്റുള്ളൂ.
പപ്പായ പച്ചടി ഇവിടെ റെഡിയായി. നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊള്ളാമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. പപ്പായ പച്ചടി